നമസ്കാരം. ഒരു പോളിസി മുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉള്ളൊരു കൺഫ്യൂഷനാണത്. നമ്മൾ സാധാരണ അടയ്ക്കുന്നത് മന്ത്ലി ആയിരിക്കാം, ക്വാർട്ടർലി ആയിരിക്കാം, ഹാഫ് ഇയർലി ആയിരിക്കാം, ഇയർലി ആയിരിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ക്വാർട്ടർലി അടയ്ക്കുന്നൊരു പോളിസി ആണെങ്കിൽ ഒരടവ് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അടവ് വരുന്ന സമയത്തേക്ക് പലർക്കും അത് കൺഫ്യൂഷനായി. ഇനിയിപ്പോൾ രണ്ടും കൂടെ കൊണ്ട് അടയ്ക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ, ബുദ്ധിമുട്ടുകൾ വരുമോ വിചാരിക്കും. എന്നിട്ട് കുറച്ച് ദിവസം കൂടിയാണ് നീട്ടിപ്പോവും. അപ്പോഴേക്കും മൂന്നാമത്തായി. അപ്പോഴേക്ക് ഒന്നിച്ച് അത്രയും പണം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കണ്ടീഷൻ ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് മിക്കവാറും മുടങ്ങി പോകാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ പിന്നെ അത് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ പലർക്കും മെന്റലി പ്രിപ്പയർഡ് ആവാത്തതിൻ്റെ പേരിൽ പല പോളിസികളും മുടങ്ങിപ്പോകുന്നു. ഞാൻ പറഞ്ഞാൽ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം, നമ്മുടെ പോളിസി മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം മുടങ്ങിച്ചാൽ അത് മുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നോർമലായിട്ട് തന്നെ അടയ്ക്കാം. 30 ദിവസം കഴിഞ്ഞാൽ ചെറിയൊരു ഫൈനോട് കൂടിയിട്ട് നമുക്ക് തുറന്ന് അടയ്ക്കാം. ഇനി 2 അടവായിട്ടുണ്ടെങ്കിലും നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞ് കൗണ്ടറിൽ നേരിട്ട് അടയ്ക്കാം. അത് 3 അടവിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ക്വാർട്ടർലി 3ാമത്തെ അടവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു DGH എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്. ആ ഫോമിൽ നമ്മുടെ പേരും അഡ്രസ്സും നമുക്ക് ഹെൽത്തിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളത് കൂടെ എഴുതി കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു ID പ്രൂഫും വെച്ചുകൊണ്ട് നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റും. ഇനി ഏതെങ്കിലും കാരണവശാൽ അതിൽ കൂടുതൽ നമുക്ക് മുടങ്ങുകയാണെങ്കിൽ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോളിസി പുതുക്കിയെടുക്കാൻ പറ്റും. കാരണം ഇതൊരു സമ്പാദ്യം മാത്രമല്ല ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഇതിലൊരു ഇൻഷുറൻസ് കവറേജ് കൂടിയുണ്ട്. അതായത് നമ്മൾ ഇത് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം അല്ല, നമ്മൾ എത്ര ലക്ഷം രൂപയുടെ കവറേജ് ആണോ എടുത്തിട്ടുള്ളത് ആ എമൗണ്ട് നമ്മുടെ അവകാശിക്ക് കിട്ടുന്നതാണ് ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത്. ഇനി അത് ഓരോ പോളിസികളിലും ചെറിയ ചെറിയ വ്യത്യാസത്തോട് കൂടിയിട്ട് പല രീതിയിൽ നമുക്ക് അതിൽ കിട്ടുന്ന ഡിസബിലിറ്റി കവറുണ്ട്. പൂർണ്ണമായിട്ടും തളർന്ന് കിടക്കുകയാണെങ്കിൽ അതിനുള്ള ബെനിഫിറ്റുകളുണ്ട്. അങ്ങനെ നമ്മൾ എടുക്കുന്ന പോളിസിയുടെ കണ്ടീഷൻസ് അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ കൂടെ നമുക്ക് അഡീഷണൽ കിട്ടുന്നുണ്ട്. ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു അടവോ 2 അടവോ മുടക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ മുടക്കിണ്ട. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ തൽക്കാലം എവിടെയെങ്കിലും ഒന്ന് റോൾ ചെയ്ത് നമുക്ക് ഈ ഇപ്പോൾ 2 വർഷം 3 വർഷം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അതിന് ലോണായിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ പോളിസിയിൽ നമ്മൾ അടച്ച പ്രീമിയത്തിൻ്റെ ഒരു 40% മുതൽ 90% വരെ നമുക്ക് സറണ്ടർ വാല്യൂ കണക്കാക്കിയിട്ടുള്ള എമൗണ്ടാണ് വരിക. അത് നമുക്ക് ലോണായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അടയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് കുറേശ്ശായിട്ട് നമുക്ക് അടച്ചു തീർക്കാൻ. ഇനി ഒന്നിച്ചുണ്ടെങ്കിൽ ഒന്നിച്ചടയ്ക്കാം. അപ്പോഴും നമ്മുടെ കവറേജ് നഷ്ടപ്പെടുന്നില്ല. പല വ്യക്തികൾക്കും അത് വേണ്ട രീതിയിൽ അറിയാത്തതിൻ്റെ പേരിൽ പോളിസികൾ മുടങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനിത് കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടി പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടേറെ ആൾക്കാർ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണ്. അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.